യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കേവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സുദിനത്തിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹദായകമായ ഈ ദിനത്തെ ഓർത്ത് നന്ദിയോടുകൂടെ പരിശുദ്ധ പിതാവ് ലിയോ 14 വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ സന്ദേശം നിങ്ങൾക്കായിട്ട് നൽകുകയാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ നമുക്കേവർക്കുമുണ്ട്. അവിടുത്തെ കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ അവിടുത്തെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും. അതുകൊണ്ട് ജീവിതത്തെ ഭയപ്പെടുകയും ജീവിതത്തെ തളർന്നു പോവുകയും വേണ്ട. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഒരു അപ്പനും അമ്മയും അവർക്ക് ഏക മകൾ 15 വയസ്സുകാരിയെ പെൺകുട്ടിയുമായിട്ട് എല്ലാ സ്ഥലങ്ങളും അവർ ഒരുമിച്ചാണ് പോവുക. ഒരു ദിവസം മകൾ പറഞ്ഞു, അമ്മേ, ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, അതിനെന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അമ്മയും അപ്പനും അത് സമ്മതിച്ചു. അവളെ ട്രെയിനിൽ കയറ്റിയിരുത്തി സന്തോഷത്തോടുകൂടെ അവളെ യാത്രയാക്കുകയാണ്. യാത്രയാക്കുന്ന സമയത്ത് അമ്മ ഒരു കവറിൽ ഒരു കുറിപ്പെഴുതി ആ മകളോട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിക്കണം, നിൻ്റെ ബാഗിൽ ഇത് സൂക്ഷിക്കുക. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിനക്ക് ഒരു ഭയം തോന്നുകയാണ് എങ്കിൽ നീ ഈ കവറെടുത്ത് അതിൻ്റെ കുറിപ്പ് മോൾ വായിച്ചാൽ മതി, നിൻ്റെ ഭയപ്പാട് മാറും എന്ന് പറഞ്ഞാണ് ഈ കവറ് മകളെ ഏൽപ്പിച്ചത്. അവളത് വാങ്ങിവെച്ചു. ആ ട്രെയിനിൽ പരിചിതമായ ധാരാളം മുഖങ്ങളുണ്ട്. സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വളരെ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. കുറച്ച് ദൂരം പോയി അടുത്ത സ്റ്റേഷനിലെത്തി. ട്രെയിൻ നിന്നും ഈ പരിചിതമായിട്ടുള്ള മുഖങ്ങളെല്ലാം ഇറങ്ങുകയാണ്. ആ പുതിയ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പുതിയ ആൾക്കാർ കയറി. പുതിയ ആൾക്കാർ, പരിചിതമല്ലാത്ത ആ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ ഈ 15 വയസ്സുകാരെ പെൺകുട്ടി ആകെ ഭയപ്പെടുകയാണ്. താൻ ഒറ്റയ്ക്കാണ്, പരിചിതമില്ലാത്ത മുഖങ്ങളാണ്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആകുലപ്പെട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. യാത്ര തുടങ്ങി. അവൾ ആകെ അസ്വസ്ഥരാകുകയാണ്. പരിചിതമില്ലാത്ത ഈ മുഖങ്ങളുടെ മുമ്പിൽ എങ്ങനെ താൻ പരിചയപ്പെടുമെന്നൊക്കെയുള്ള ആശങ്കയും ആകുലതയും ഒക്കെ അവളെ വളരെയധികം അലട്ടുന്ന സമയത്ത് തൻ്റെ അമ്മ കൊടുത്ത കുറിപ്പിനെക്കുറിച്ച് ഓർമ്മ വന്ന് അവൾ തൻ്റെ ബാഗെടുത്ത് ആ കവർ തുറന്ന് അതിൻ്റെ കുറിപ്പെടുത്തു. ആ കുറിപ്പിൽ ഇപ്രകാരം എഴുതിയിരുന്നു, മോളെ, നീ ഭയപ്പെടേണ്ട, നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, നിൻ്റെ പപ്പ തൊട്ടു പിന്നിലുള്ള ബോഗിയിൽ ഉണ്ട്, നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മനോഹരമായ കഥയാണ്. നിൻ്റെ പപ്പ നിൻ്റെ പിന്നിലുള്ള ബോഗിയിലുണ്ട്, അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട എന്ന്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ സുരക്ഷിതമായി എല്ലാവിധ അപകടങ്ങളിലും ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കുറിപ്പ് എന്താണ്? ഈ കുറിപ്പ് നിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുമ്പോൾ നീ എടുത്ത് വായിക്കേണ്ട കുറിപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബൈബിളല്ലേ. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ജീവിതത്തിൻ്റെ ഭയപ്പാടുകൾ, നിൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എല്ലാം ആ ബൈബിളില്ലേ. നിനക്ക് പ്രതീക്ഷയും നിനക്ക് ശക്തിയും കരുത്തും നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വചനം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. തിരുവചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:1 മുതലുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നുണ്ട്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ രക്ഷിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ ആ മകൾ ഭയപ്പെട്ടപ്പോൾ തൻ്റെ അപ്പൻ പിന്നിലത്തെ ബോഗിയിലുണ്ടെന്ന് അമ്മ കൊടുത്ത കുറിപ്പിലൂടെ അവൾ മനസ്സിലാക്കിയില്ലേ. ജീവിതത്തിൽ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം പറയുന്നു, യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അഗ്നിയിലൂടെ നടന്നാൽ പൊള്ളലേൽക്കുകയില്ല,
ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആഴിയിലൂടെ നടന്നാൽ നിന്നെ അത് മുക്കിക്കളയുകയില്ല. നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. തിരുവചനം 43-4 വാക്യം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്, ദൈവത്തിന് പ്രിയങ്കരാണ്, ദൈവത്തിന് ബഹുമാന്യരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പതറിപ്പോകുന്ന നിമിഷങ്ങൾ, ജീവിതത്തിൽ നീ തളർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മ ആ കുട്ടി കൊടുത്ത കുറിപ്പ് ഓർക്കുക. അതാണ് ബൈബിൾ. അതെടുത്ത് വായിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിനക്ക് ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ ആ വചനം നീ വായിക്കുക. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.